അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ മക്കൾക്ക് സുഖമാണ്. നമ്മൾ ട്രിവാൻഡ്രം പോയി തിരികെ വരുന്നു. പിന്നെ പോയ കാര്യങ്ങളൊന്നും നമ്മൾ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് പോയത്. പോയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു അനാവശ്യ കാര്യങ്ങൾ പറയുന്ന തിരുവനന്തപുരത്തുള്ള രായമയെന്ന് പറഞ്ഞ സ്ത്രീയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നീയും നസിയ മജീദ് എന്ന് പറയുന്നൊരു പെണ്ണുണ്ടല്ലോ, 10-30 വയസ്സായിട്ടും കെട്ടിക്കാതെ അവിടെ ഇരിക്കുന്ന പെണ്ണ്, ആ പെണ്ണും കൂടെ എൻ്റെ കുട്ടികളെ കാര്യവും എൻ്റെ കാര്യവും നീ ഏതറ്റം വരെ പോയി, നീ ഏതറ്റം വരെ പോയാലും എൻ്റെ മയ്യത്ത് ചവിട്ടിയിട്ട് എൻ്റെ മക്കളെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകും, അല്ലാതെ എങ്ങും കൊണ്ടുപോകില്ല. അതിനി അവിടെ നിൽക്കുന്നതായാലും ഇവിടെ നിൽക്കുന്നതായാലും. പിന്നെ ഞാൻ എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ അവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ആക്കിയിരിക്കുന്നത് അവളെ. അത് മുതലെടുക്കാൻ നിൽക്കുന്ന എൻ്റെ തള്ളയുടെ അടുത്ത് പറയാനുള്ളത്, ലോകം മൊത്തം വിളിച്ച് അനാവശ്യങ്ങൾ പറയുന്ന നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ തള്ളയെന്ന് പറഞ്ഞ സ്ത്രീയുടെ അടുത്ത് പറയാനുള്ളത്, ഞാൻ അപ്പോഴും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് കാണിച്ചാലും നമ്മളെ മക്കള് ഒന്നീ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലൈൻറ്റ് വേണം. രായമ്മ നിൻ്റെ അടുത്ത് ചോദിക്കാന്, നീ ഇത്രയും വിറ്റ് തിന്നുന്നു, നിനക്ക് എന്തൊരു ഇതുണ്ടടി, നിനക്ക് ദഹിക്കോടി, നിന്റെ മക്കൾക്ക് കൊടുക്കാൻ തന്നെ നീ ഉണ്ടാക്കണത്. നീ യൂട്യൂബിൽ കിടന്നിട്ട് അലക്കാതെ നീ ഇറങ്ങി കാണീരേ, പൈസ ചെലവാക്കി ഇറങ്ങി കാണീരടി. നക്കി തിന്നാൻ നല്ലിപ്പില്ലാത്ത നീ, നിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നക്കി തിന്നാൻ നല്ലിപ്പില്ലാത്ത ഡി, നിനക്കൊരു കേസ് ഇല്ലാത്തോണ്ടാണ് ഹൈക്കോർട്ടിലൊരു കേസ് കിടക്കണത്. നിനക്ക് സമൻസ് വന്നപ്പോ നീ എന്നെ പൊങ്ങിച്ചാടി എന്തായിരുന്നു ഒരു അനാവശ്യ വാക്ക് എന്നെ ഫോൺ വിളിച്ചിട്ട്. നീയും എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നീ അതിന്റെ അഡ്മിറ്റായി നിന്ന് നസിയ മജീദ് എന്ന് പറഞ്ഞ വക്കീലിൽ നിന്ന് പഠിക്കുന്നവളെന്ന് പറയണ ഒരു ക്രിമിനല്, അങ്ങനെ വേണം പറയാൻ. വയലത്തൂരുള്ളതാണ് മലപ്പുറം. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ, ഈ വയലത്തൂരുള്ള ആരെങ്കിലും. കാരണം ഞങ്ങളെ വാപ്പാരടുത്തൊന്ന് ചോദിക്കട്ടെ, എവിടെ LLBക്ക് പഠിക്കുന്ന നാട്ടുകാരെ മക്കൾക്ക് ഗർഭം ഉണ്ടാക്കാനാണ്, അതേ നാട്ടുകാർ പെണ്ണുങ്ങളെ ഗർഭത്തിന് എത്ര മാസമായെന്ന് തിരക്കാനാ, അതൊക്കെയാണോ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കട്ടെ. എടീ, നീ ഒരു മുസ്ലിമിൽപ്പെട്ട പെണ്ണ് തന്നെ ജന്മം കൊണ്ടെങ്കിലും, അപ്പം നിനക്ക് ഒത്തിരി ഒതുങ്ങിക്കൂടെ നിൻ്റെതായ കാര്യം. നീ മലപ്പുറത്ത് കിടന്ന് വയലത്തൂര് കിടന്നിട്ട് എടി നിനക്കൊരു കല്യാണം ആവാൻ വേണ്ടി ദുആ ചെയ്യടി. നീ അവിടെ ഇരിക്കുന്ന നാട്ടുകാർ പെണ്ണുങ്ങൾക്ക് ഗർഭം കാണുമ്പോൾ നിനക്കൊരു പ്രശ്നം, കൊച്ചുങ്ങളെ കാണുമ്പോൾ നിനക്കൊരു പ്രശ്നം. നിന്റെ ഉമ്മാരടുത്ത് പറയടി, അല്ലെങ്കിൽ വാപ്പാടുത്ത് കുറേ ഒരു മാപ്പിളെ ഒപ്പിച്ച് തരാനെന്ന്. നാട്ടുകാരെ ആണുങ്ങൾ അതും പറച്ചില്, നിനക്ക് എന്തെൻ്റെ കുഴപ്പമാണ്? നസിയ മതി വയലത്തൂരുള്ള മലപ്പുറത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 89 213 95 498 ഇതെൻ്റെ നമ്പറാണ്. സ്ത്രീകൾ മാത്രമേ വിളിക്കാവൂ. ചിലപ്പോൾ ഇക്കാരിക്ക് എടുക്കണത്, രണ്ടുപേരും ഫോൺ മാറി മാറി തന്നെയാണ് യൂസ് ചെയ്യണത്. പിന്നെ പറയാനുള്ളത്, എൻ്റെ വീട്ടിലെ വിഷയം വെച്ചിട്ട് നീ കുറേ തിന്ന് മുടിച്ച് നിനക്ക് എത്ര ദഹിക്കും? നിന്റെ മാപ്പിളയ്ക്ക് മരുന്നെടുക്കാൻ തികയുന്നുണ്ടോ? നീ എൻ്റെ തള്ളേനെ കൂടെ വിളിക്കുക, നീ ആര്? സംബന്ധം വഴിക്കാരിയ? അതേ എൻ്റെ വാപ്പാര മോളാ. ഇന്നലെ അവർ പറഞ്ഞിട്ട് ഞാൻ എന്തിനാണ് എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്, അതെൻ്റെ വാപ്പാര ഗ്ലാമറുകൾ കണ്ടിട്ടുണ്ടാ? അപ്പം പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ തള്ള പറയണ് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, തള്ള പറയണം. പിന്നെ സ്വർണവും ഇതൊക്കെ മോഹിച്ചിട്ടാണ് മസ്റൂറ മോളെ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടാൻ പോണില്ല. റഹീമിന് 10 സെന്റും അഡ്രസ്സും ഉണ്ട് അല്ലേ? അഡ്രസ് ഉണ്ട്. നീ റോഡിലല്ലേ ഇടാ കിടന്നത്, അവിടെ പിന്നെ അഡ്രസ് ഉണ്ട്. നോക്ക്, അഡ്രസ് ഉള്ളവന്റെ കൂടെ ചോയിര്, 4-ാം കാലി നടക്കുന്നവന്റെ കൂടെ ചോയിര്. ബാക്കി ആര് കുടിച്ചാലും കുഴപ്പമില്ല. നജിലായും ഷാനും ജീവിക്കുന്നതാണ് കുഴപ്പം. ആ കുഴപ്പം നമ്മളങ്ങ് നികത്തി. പിന്നെ ഞാൻ ആ വീട് ഇപ്പൊ നിങ്ങളെല്ലാരും ചോദിക്കുന്നില്ലേ നമുക്ക് അടച്ചെടുത്തൂടെന്ന്, അതും ബുദ്ധിപൂർവ്വമാണ് ചെയ്തത്. അവരെ അക്കൗണ്ടിൽ ഞാൻ പോയി ഒപ്പിട്ട് കൊടുത്തു നാവായിക്കുള്ള സൊസൈറ്റിയിൽ. നിങ്ങൾ തരുമ്പോൾ എനിക്ക് നടവഴിയുള്ള തറ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടാ, അതിനകത്ത് എൻ്റെ പൈസ ഉണ്ട് ഒരുപാട്. എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇത്താമാർ ഒരുപാട് പൈസ തന്നിട്ടുണ്ട് ആ വീടിന് വേണ്ടി. ബാക്കി പണി ഞാൻ പാലിയാഴ്ച കഴിഞ്ഞിട്ട് ബാക്കി ഫുൾ പണി ഞാനാണ് ചെയ്തത്. അറിയാമോ? അൽഹംദുലില്ലാ ഒരുപാട് പേര് സഹായിച്ച്. ഓരോ കട്ടയ്ക്കും ഓരോ വിയർപ്പിൻ്റെ വിലയുണ്ട്. 10 രൂപ തന്നവരുണ്ട്. 10 രൂപയില്ലേ നമ്മളെ? അൽഹംദുലില്ലാ
ഒരുപാട് പേര് ഈ മോനെ സുന്നത്ത് കിടത്താൻ പൈസ തന്നു 5000 രൂപ ഒരുത്ത. പാലിയച്ചൻ എന്നായിരുന്നു മോൻ്റെ സുന്നത്ത്. തള്ളേ പിന്നെ ഞാൻ പാലിയച്ച് നടത്തിയെന്ന് തള്ള ഹുങ്കിൽ പറഞ്ഞിട്ട് പന്തലിന് 16,500 രൂപയായി. കാക്കാരെ കയ്യിലാണ് പാലിയച്ചൻ്റെ അന്ന് എണ്ണി കൊടുക്കുന്ന പൈസ. 50,000 രൂപയായി ഫുഡിക്ക. ഒരു കൂറപ്പേനും ഇല്ലാത്ത തള്ളേരയിലാണ് പാലിയാച്ച് നടത്തിയെന്ന്. പൈസ എല്ലാം ഞാൻ കൊടുത്തു. പെയിൻറ്റിങ്ങിൻ്റെ പണിയൊക്കെ അവിടെ കൂട്ടുകാരാണ് ചെയ്തത്. അത് കുറച്ചായിരുന്നു, 21,000 രൂപ പെയിൻറ്റിന്. അതും അടിച്ചു. പിന്നെ മാമ കുറേ പേരെടുത്ത് പൈസ ചോദിച്ചു. മാമച്ചിയെ ഒരുപാട് പേര് അൽഹംദുലില്ലാ അമ്മച്ചിമാരെ പൈസ കൊടുത്താണ് വീട് പണി തുടങ്ങുന്നത്. 5000. അന്നും മരിക്കുന്നതിന് മുമ്പും ഉമ്മാരുടെ അടുത്ത് പറഞ്ഞ് ഐക്യതയോടുകൂടി കഴിയണം ഷാഹിദ, ഈ കൊച്ചിനെയും 3 പിള്ളേരെ നീ നോക്കിക്കൊള്ളണം എന്ന് ഉമ്മച്ചിമ്മ പറഞ്ഞായിരുന്നു കേട്ടോ. മരിച്ച് റബ്ബറോളെ പാലെടുത്തോണ്ടെന്നില്ലേ, അപ്പം ഉമ്മച്ചിമ്മക്ക് സംസാരിക്കാൻ പറ്റൂല. എൻ്റെ അടുത്തുണ്ട് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. ഉമ്മച്ചിമ്മയാണ് എന്നെ വളർത്തിയ. നിനക്ക് നല്ലൊരു ജീവി വിഷമിക്കല്ലേ മോളെ, പാലെടുത്ത് തീർന്നില്ലേ, നീ എന്നെ കാണാൻ വരാത്തെന്ത്? ഞാൻ പറഞ്ഞു പാലെടുത്ത് ഞാൻ എത്തൂല ഉമ്മച്ചിമ്മ. എന്നിട്ട് ഞാൻ ഈ 3 പിള്ളേരെ കൊണ്ടുവന്ന് ആശുപത്രി കാണിച്ചേട്ടെ. പിന്നെ ഉമ്മച്ചിമ്മ കുറെ നാൾ ജീവിച്ചു ഓക്സിജനില്. എന്നെ അവര് മാത്രമേ സ്നേഹം എന്തെന്ന് അറിഞ്ഞത് അവരുടെ അടുത്ത് നിന്നിട്ടാണ് ഞാൻ വളർത്ത്. ഞാനും ഒരു കുറവും ഇല്ലാതെ വളർത്തിയ മോളാണ്. നിങ്ങൾ പറഞ്ഞ് മോക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ടില്ലെന്ന്. ഞാൻ പ്രസവിച്ച് ഞാൻ എൻ്റെ നെഞ്ചിൽ നിന്ന് പാലൂട്ടി 6 മാസം വരെ ഒരു ഫുഡും കൊടുക്കൂലേട്ടാ. പാല് കൊണ്ട് വളർത്തി ഞാൻ ഇവിടം വരെ കൊണ്ടെത്തിച്ച് 5 ചെറിയൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. എന്നാലും വിശപ്പിന് എൻ്റെ മക്കൾക്ക് പട്ടിണിക്ക് ഇട്ടിട്ടില്ല. ഞാൻ ആരെയും പട്ടിണിക്ക് ഇട്ടിട്ടില്ല. ഞാൻ പട്ടിണി കിടന്നാലും പട്ടിണി ഇരുന്നാലും എൻ്റെ മക്കൾക്ക് കൊടുക്കും. അങ്ങനെ വളർത്തിയ മക്കളാണ്. നീ ചുണമുണ്ടെങ്കിൽ കൊണ്ടുപോടി. പ്രസവിച്ചിട്ട് ആരും ഒന്നും കളഞ്ഞില്ലല്ല. പിന്നെ റഹീം നഷ്ടപരിഹാരം തന്ന. ഇന്നൊക്കെ ഒരു നഷ്ടപരിഹാരം ചെയ്യണമെങ്കിലേ ഒരു പെണ്ണിനെ ചോദിക്കുന്നത് ഇടണം. 10 ലക്ഷം, 4 ലക്ഷം, 6 ലക്ഷം. നീ എന്തേലും തന്നടാ നഷ്ടപരിഹാരം? നീ എഗ്രിമെന്റിൽ ഒന്നും ഇതാക്കിയില്ല എന്ന് പറഞ്ഞിട്ടല്ലേടാ നീ അവിടെ നിന്ന് രേഖാമൂലം തലാക്ക് അയച്ചത്? പട്ടി ഉണ്ടാക്കണം. ഇപ്പം നിനക്ക് അങ്ങനെ മോളെ നോക്കാൻ 10 പലതൊന്നും ഇല്ലല്ല. നിന്റെ അൻസിയായിലുള്ള 3 മക്കളാവൻ നോക്കിക്കോളൂ. നീ നോക്കടാ, നീ നോക്ക്. നീ നിന്റെ ഉമ്മാക്കും പെങ്ങൾക്കും ആദ്യം കൂടടാ. ചക്കപ്പൂഞ്ചും വെച്ച് തിന്ന് കറിയും വെച്ച് തീയലും വെച്ച് ആരാരും ഇല്ലാതെ കിടക്കണടാ ആ മാമിയും പെങ്ങളും. ഞാൻ ചെന്നപ്പോ പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെടാ അവരെ നല്ല. എനിക്ക് 3 മാമിയാരെ ഇഷ്ടം തന്നെയാണ്. അനൂഫറിന്റെ ഉമ്മയെ ഇഷ്ടം തന്നെയാണ്. ഇക്കാരം ഉമ്മയെ ഇഷ്ടം തന്നെയാണ്. അവരൊക്കെ പ്രായത്തിന്റെ ഇതിൽ എന്തെങ്കിലും അലച്ചാലും ഞാൻ ക്ഷമിച്ചും സഹിച്ചും കൊടുക്കും. പക്ഷേ ഇപ്പൊ എന്റെ ആരുമല്ലാത്തൊരു പ്രവൃത്തിയാണ് എന്റെ തള്ള കാണിച്ചത്. പിന്നെ അതുകൊണ്ട് ചെയ്യാനുള്ളത് നിങ്ങൾ എല്ലാരും കൂടെ അങ്ങ് ചെയ്താണ്. ഞാനൊന്ന് കാണട്ടെ. രായ്മ നീ കുറെ നാളുകൊണ്ട് തെളിവും അതും ഇതും കൊണ്ടുവരണം എന്ന് പറഞ്ഞു. നീ എന്റെ ഒരു തെളിവാണ് കൊണ്ടുവരുന്നത്. തെളിവ് നീ കൊച്ചുങ്ങളോ നീ ആ ഒരു പെറമ്പോക്കി കിടക്കണം. നീ ഒരു കൊച്ചിനെ നീ ഒന്ന് തൊട്ടോക്കിയാണ്. തൊട്ടോക്ക്. നീ രാവിലെ സ്കൂളിൽ എത്തിയ സാറിനെ ഞാൻ വിളിക്കും. മക്കള് സുഖമായിട്ടിരിക്കണ. വൈകിട്ട് കണ്ടില്ലെങ്കിൽ വിളിക്കും. അപ്പൊ നമ്മള് വണ്ടിയും കൊണ്ട് പോകും മക്കളല്ലേ. നമ്മള് വഴക്കുറയും ശാസിക്കും എല്ലാം ചെയ്യും നമ്മളെ മക്കളാ. അല്ലാതെ നിന്നെ പോലെ കുണുങ്ങി ഒരു ഷാള് പോലും ഇട്ടാതെ അല്ലേ വളർത്തിയത്. പിന്നെ എനിക്കിനി പെങ്കൊച്ചിന്റെ എന്തൊരു കാര്യം പറയേണ്ട കാര്യമില്ല. കാരണം എന്നെ വേണ്ടാന്ന് പറഞ്ഞ അവള് പോയതാണ്. അതും ഇതും. പക്ഷെ ഒരു കാര്യമുണ്ട്, എപ്പോഴും വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും തെറ്റ് മനസ്സിലാക്കി വരണമെങ്കിൽ വരാം, അല്ലെങ്കിൽ നീ വരണ്ട. പക്ഷെ എന്നെ വേണ്ടാത്തടത്തോളം കാലം എൻ്റെ മുതലുകളും നിനക്ക് തരേണ്ടുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് തന്നിരിക്കും. ഇപ്പൊ തരൂല. തരാത്തതിന് കാരണമുണ്ട്. ചിന്ത ഉണ്ടെങ്കിൽ മാത്രം ചൈൽഡിലും പറഞ്ഞല്ല, അവൻ അഡ്രസ്സുണ്ട്. കെട്ടിച്ച് കാണണം ഇൻഷാ അല്ലാഹ്. നീ നല്ല രീതിയിൽ എത്തണം എന്ന് മാത്രമേ ഉമ്മച്ചിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. +2 കഴിഞ്ഞ് നിന്നെ നേഴ്സിംഗ്
കൊണ്ടാക്കണം. അതും ദൂരം വിട്ട് പോകരുത്. ഉമ്മച്ചിക്ക് എന്നും വന്ന് കാണണം, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ കാണണം. മരിക്കും കാലം വരെ നീ നിന്റെ 2 സഹോദരൻ, നിനക്കിപ്പോൾ സഹോദരങ്ങളെ വേണ്ട, നിനക്കിപ്പോൾ ആരെയും വേണ്ട. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ വയലത്തൂരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടാറ്റ പറഞ്ഞോളി കേട്ടാ. വയലത്തൂരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. കാരണം എവളെ ക്രിമിനലിസം കുറേ നാളുകൊണ്ട് അവൾ LLBക്ക് ഉണ്ടാക്കണം. കുറ്റം പറയേക്കാം ഐറ്റാനിയേക്കാം. എടി നിന്റെ മുഖം നീ കണ്ണാടിയിലോട്ടൊന്ന് നോക്ക്. നീ എന്നാ കുറ്റം പറഞ്ഞു? മുഖം ഒന്ന് കണ്ണാടിയിലോട്ട് നോക്കിയിട്ട് എന്തുകൊണ്ട് നീ ഒരു ആണിൽ ജീവിക്കുന്നില്ല എന്ന് നീ തന്നെ അങ്ങ് ചോദിച്ചു നോക്ക്. കുറ്റം പറയണല്ല. നീ എൻ്റെ പ്രസവത്തിൻ്റെ കാര്യം എന്നാൾ കമൻ്റ് ഇടണം. പ്രസവിക്കാത്ത നീ എങ്ങനെയടി കമൻ്റ് ഇടണം? അതേ നിന്നെ ബന്ധം തീർത്ത് നിൽക്കണതാ. പിന്നെ രായമേൻ്റെ അടുത്ത് പറയാനുള്ളത്, നീ കാണിക്കാനുള്ളത് അങ്ങ് കാണിക്കണേ, ചെയ്യാനുള്ളത് ചെയ്യണേ. ഇനി നിന്റെ അമ്മച്ചിക്ക് ഇപ്പം നാക്കിലെന്ത് കുരുവാ? എൻ്റെ അമ്മച്ചി ഇപ്പം എന്ത് പറയാത്തത്? എൻ്റെ മോളെ പറയുമ്പോൾ എനിക്ക് ക്ഷയിക്കൂല. നാട്ടുകാർ പെണ്ണുങ്ങളെ വിറ്റ് അമ്മച്ചിക്ക് ചുള അങ്ങ് തന്നപ്പോഴത്തേക്ക് മക്കൾക്ക് കയറ്റാൻ കൊടുത്തപ്പോഴത്തേക്ക് നല്ല സുഖമുണ്ടാ? ഡി വണ്ടിപ്പോത്ത് കണക്കിരിക്കണം നീയേ. എന്നെ കായം വിറ്റല്ലേടി തിന്ന് ജീവിക്കണത്. വണ്ടിപ്പോത്ത് കണക്കിരിക്കണ നീ. എൻ്റെ മാപ്പിളക്ക് എത്ര മരുന്ന് ഇതാക്കിയാലും ഒന്നിനും തൃപ്തി വരൂലടി. കാരണം എന്താണെന്നറിയാമോ? നാട്ടുകാരെ വിറ്റുണ്ടാക്കി തിന്നണത്. നിനക്ക് നീ ചെയ്യാനുള്ള ചെയ്ത് കാണിച്ചാണ് പിറമ്പോക്കി കിടക്കണം നീ. നിന്റെ പണ്ടത്തെ ഏതാ ഒരു അഡ്രസ്സിൽ ആറ്റിങ്ങൽ അഡ്രസ്സാണ് നിനക്കുള്ളത്. നീ കാണിക്കാനുള്ള കാണില്ല. പിന്നെ എൻ്റെ തള്ളേരുടെ അടുത്ത് നീ ഇപ്പം എൻ്റെ മസറൂറാരുടെ അടുത്ത് 10 തവണ ചോദിച്ചാൽ 10 തവണയും 10 ഉത്തരേ അവള് പറയും. ഒന്ന് കുടഞ്ഞു വെച്ചാൽ അവളെന്ത് വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയക്കാതെ നേരിട്ട് സംസാരിക്കടിയെന്ന് ഞാൻ നല്ല മസറൂർ അടുത്ത് പറഞ്ഞു. അപ്പോഴാണ് ബേക്കിൽ പറ മാല, പറ വള, പറ കുലുസ്. മാലയും വളയും കുലുസ് മാത്രമല്ല, അവൾക്ക് വേറെ സ്വർണ്ണങ്ങളും ഉണ്ട്. ആ കൈരളി ജുവലേഴ്സ് ഇരിക്കുന്ന മൊത്തം മസൂറാർ സ്വർണ്ണവും 101 പവൻ ഷായിദാക്കും ഉള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കാൻ വരണ്ട. എന്നെ വേണ്ടാത്തോള ഞാനൊരു തെറ്റ് ചെയ്യാത്തടത്തോളം കാലം, അല്ലെങ്കിൽ നീ തെളിയിക്കണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് കാലം, നിനക്ക് ഞാൻ ഒരു കാര്യങ്ങളും തരൂല എന്നല്ല, എൻ്റെ കയ്യിൽ നിനക്കൊന്നും തരാനില്ല. നീ ചെയ്യാനുള്ളത് ചെയ്യും. നിന്റെ റൈമും അപ്പച്ചി ഉണ്ടല്ലോ ഉടുപ്പെടുത്ത് തരാനും അവിടെ ചെന്ന് കറങ്ങാനും ഇവിടെ ചെന്ന് കറങ്ങാനും. ചെല്ല് റൈമും അപ്പച്ചീൻ്റെ മോള്. നാണം ഉണ്ടാ? 10 വർഷം ചെലവിന് ആ 10 വർഷത്തെ ചെലവിന് നിന്ന പൈസ കൂട്ടുകയാണെങ്കിൽ പോലും ഇത്ര ഇതാവും. എത്ര എമൗണ്ട് ആവും? അച്ഛന് എന്നും ചെവി വഴുപ്പും അടിനോടിൻ്റെ പ്രശ്നവും അതും ഇതും കൊണ്ടുവരുമ്പോൾ സ്കൂളിനറിയാം. സ്കൂളുകാർക്ക് വലിയ വേലത്തരങ്ങളും കാണിക്കാൻ ഇങ്ങോട്ട് വരണ്ട കേട്ടോ ഷാഹിദ. നിന്റെ കല്ലത്തിലെ കറി അവിടെ കിടന്നേ വേവൂ, ഇവിടെ വേവൂല. അതെനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ കൊച്ചിനെ കൊണ്ടിട്ട് ഇനി ആർക്കെങ്കിലും കമൻറ്റ് ഇടിയിപ്പിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ മസറൂറ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ ചൈൽഡുകാരെ ഏൽപ്പിക്കേണ്ടിയുള്ള സ്ഥാനത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ വീഡിയോസുകളെല്ലാം അയച്ചിട്ടുണ്ട്, അങ്ങോട്ട് ഏൽപ്പിക്കും. ഇനി എന്ത് മെസ്സേജ് വാട്സപ്പിൽ വന്നാലും ചൈൽഡുകാർക്ക് അപ്പോഴേ കൈമാറുകയാണ്. അവിടെ നിന്ന് ഒരു മൊഴി പോയാൽ റീഓപ്പൺ ചെയ്യും, ഏറ്റെടുപ്പിക്കും. അതിന് ഓൾറെഡി നമ്മൾ ഏകദേശം പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി വഴിയെ വേണ്ടാന്നുണ്ടെങ്കിൽ മമ്മായി മോളും മിണ്ടാതിരുന്നു. പിന്നെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുപോകേണ്ട ആവശ്യം അവൾക്ക് വരുന്നില്ല കേട്ടാ. അവൾക്ക് എൻ്റെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ അസൂറാത്തായ എങ്ങാണ്ട വിളിച്ചു പറഞ്ഞ് തുണി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അസൂറാത്ത എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ നമ്പർ അസൂറാത്താരെ ഇല്ലായിരുന്നു. എങ്ങനെയോ തപ്പി യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് നജില ഒരു കാര്യം ചെയ്യും, മസറൂറാക്ക് ഞാൻ കൊടുത്ത ഡ്രസ്സ് നീ അങ്ങ് തിരികെ കൊടുക്കും. അപ്പോഴല്ലേ നിങ്ങൾ കൊണ്ട് കൊടുത്തത്. ഇനി എന്തിനാണ് കൊടുക്കാനുള്ളത്? ഇനി എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ എത്തി മക്കൾക്ക് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.